വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമൊക്കെ തന്നെ അല്ലേ? വൈകുന്നേരം ആയപ്പോൾ ഒരു ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി ഞങ്ങൾ റെഡി ആയിട്ട് ഇറങ്ങാൻ തുടങ്ങിയാണ് കേട്ടോ. കിച്ചുണ്ടാണെങ്കിൽ എന്താണ് കുരുത്തക്കേടെന്ന് ഇങ്ങനെ തപ്പി നടക്കുവാണ് എൻ്റെ പുറകെ. പിന്നെയാണ് പപ്പാനെ കണ്ടത്. പിന്നെ ഇനിയിപ്പോൾ പപ്പ അടുത്ത് കുറച്ച് ഗുസ്തിയാകുന്നു. അങ്ങോട്ട് വെളുത്തി പിടിച്ച് പൊക്കണ എന്നെ. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ബീച്ചിലെത്തിയിട്ടോ. മഴയൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പൊതുവെ നല്ല തിരക്ക് കുറവാണ്. പിന്നെ കിച്ചൂടിനിപ്പം പുറത്തിറങ്ങിക്കഴിഞ്ഞ് കയ്യിലിരിക്കുന്ന പരിപാടിയില്ല, അവൻ ഇങ്ങനെ നടക്കണം. കുറേ ദിവസമായിട്ട് ഞാനൊരു അത്ര തപ്പി നടക്കുകയാണ്. ഞാൻ കണ്ട കടകളിലെല്ലാം ചോദിച്ചു, പക്ഷെ ഞാൻ ചോദിക്കുന്ന സാധനം മാത്രം എവിടെയില്ല. അതിന് അങ്ങനെ ഒരു സാധനം ഉണ്ടോ തന്നെ ഇപ്പം എനിക്കൊരു സംശയം. ഏതായാലും അത് കിട്ടാൻ പോകുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ അവിടുന്ന് എനിക്ക് സാധനം കിട്ടാതെ നിരാശയായി. അപ്പം പിന്നെ ആ നിരാശ മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ഞാൻ ചായക്കടയും കടിയും കണ്ടത്. എന്നാ പിന്നെ ചായ കുടിച്ചിട്ടാകാൻ ബാക്കി പരിപാടി എന്ന് പറഞ്ഞു. ചായ കുടിക്കാൻ ചെന്നപ്പോൾ ആട്ടെ കാറ്റ് കാരണം ചായ പോലും കുടിക്കാൻ പറ്റുന്നില്ല. കിച്ചൂടിനാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഭയങ്കര ബഹളമാണ്. മമ്മി പാവം അവൻ്റെ പുറകെ ഓടി നടന്നു മടുത്തു. അവനിപ്പോൾ ഒരിടത്ത് നിൽക്കത്തില്ല, നമ്മൾ പുറകെ ഉണ്ടോയെന്ന് പോലും നോക്കത്തില്ല. അവൻ അങ്ങ് മുന്നോട്ട് പോയേക്കുവാണ്. ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോയ പോലും അറിയത്തില്ല. അവനങ്ങനെ അങ്ങ് എൻജോയ് ചെയ്ത് നടക്കുകയാണ്. കാരണം വീട്ടിലിങ്ങനെ ഇരുന്നിരുന്നിരുന്ന ആൾക്ക് പുറത്തിറങ്ങുമ്പോൾ സ്വർഗം കിട്ടിയതുപോലെയാണ്. പാവം. ചെന്ന സമയത്ത് കടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. കടികളൊക്കെ ചടപടാന്നാണ് തീരുന്നത്. എനിക്കാണെങ്കിൽ മുട്ടപ്പച്ചി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെന്നപ്പോൾ കുറേ മുട്ടപ്പച്ചി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ആകെ 3 ഉള്ളൂ. ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ചേട്ടനാണെങ്കിൽ അത് എടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ചാടിപ്പോയി ഒരെണ്ണം എടുത്തു. അപ്പോൾ ഉണ്ണിയേട്ടൻ എന്നെ കളിയാക്കിയാണ് ഞാൻ ചിരിച്ചത് കേട്ടോ. കാരണം പിന്നെ കിട്ടത്തില്ലല്ലോ. പക്ഷേ ഞാനത് കഴിച്ചു തീരുന്നതിന് മുന്നേ അവർ പിന്നെയും കുറേ ഉണ്ടാക്കിയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ ആക്രാന്തം കാണിച്ചെടുത്തത് വെറുതെ. അങ്ങനെ നിന്നപ്പോഴാണ് ഒരു അമ്മച്ചി വന്നിട്ട് പറഞ്ഞു, മോളെ ഒരു ലോട്ടറി എടുക്കാമെന്ന് ചോദിച്ചത്. കാരണം ലോട്ടറി ഒന്നും ഇപ്പോൾ വിറ്റ് പോകുന്നില്ല, തിരക്കില്ലാത്തതുകൊണ്ടെന്നൊക്കെ പറഞ്ഞു. പാവം. അങ്ങനെ പിന്നെ ഞങ്ങൾ 2 ലോട്ടറി എടുത്തു. അടിക്കുന്നുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ഐശ്വര്യമാണേ. പിന്നെ ഞാനും അച്ഛനും ഭയങ്കര നൂതനമായ കാര്യത്തിലേക്കായി ചർച്ചകൾ. ഇവിടെ കുറേ ദിവസമായിട്ട് പണി നടക്കുക കേട്ടോ. അതുകൊണ്ട് ആൾക്കാരെ ഒന്നും അങ്ങോട്ട് വിടുന്നില്ല. അതുകൊണ്ട് തിരക്ക് കുറവാണ്. അങ്ങോട്ടാണെങ്കിൽ ഇരിക്കാനും നടക്കാനും കടലിറങ്ങാനൊക്കെ പറ്റൂല. ഇപ്പം അതൊന്നും പറ്റത്തില്ലാത്തതുകൊണ്ട് തിരക്കും തീരെ കുറഞ്ഞു. അടുത്ത മഴയ്ക്കുള്ള പരിപാടിയാന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ കണ്ണുകൾ പോയത് അവിടുത്തെ കടകളിലേക്കാണ്. ഇതൊക്കെ കറങ്ങുന്ന കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി നോക്കി ഞാൻ നടന്ന് പിന്നെ 1-2 സാധനം ഞാൻ മേടിപ്പിച്ചു. അതിനുശേഷം ഒരു വാട്ടർ ബോട്ടിൽ മേടിച്ചു. ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വേറെ വേണമെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ണിയെ കൊണ്ട് ഒരെണ്ണം കൂടെ മേടിപ്പിച്ചു. അങ്ങനെ അവിടെ നിന്ന് നടന്നു വന്നപ്പോഴാണ് വീണ്ടും ഞാൻ വേറൊരു കട കണ്ടത്. അപ്പൊ അവിടെ നിന്ന് എന്തെങ്കിലും മേടിക്കണമല്ലോ, അല്ലെങ്കിൽ അവർക്ക് സങ്കടമാകത്തില്ലേ എന്ന് ഓർത്തപ്പം എനിക്ക് വീണ്ടും സങ്കടം വന്നപ്പോൾ വീണ്ടും ഞാൻ അവിടെ നിന്ന് 1-2 സാധനം മേടിപ്പിച്ചു. അപ്പോൾ ഉണ്ണേട്ടൻ എന്നെ കണ്ണുറ്റി കാണിച്ചു. പക്ഷെ ഞാൻ ചിരിച്ചുകൊണ്ട് എനിക്ക് വേണമെന്ന് പറഞ്ഞു ഞാനത് മേടിപ്പിച്ചു. അത് പിന്നെ അങ്ങനെയാണല്ലോ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മേടിക്കണ്ടേ, അല്ലെങ്കിൽ അവർക്ക് സങ്കടമാവൂലേ. അങ്ങനെ പിന്നെ അതൊക്കെ മേടിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ മന്ദം വന്ന് ഫ്രണ്ടിലോട്ട് നടന്നു. അപ്പം എൻ്റെ കിച്ചു കണ്ടു ഒരു കുഞ്ഞു മോൻ വണ്ടി ഓടിക്കുന്നു. കിച്ചു അതിൻ്റെ പുറകെ ഒന്ന് വെച്ച് പിടിച്ചു. അത് എൻ്റെ വണ്ടിയിൽ എന്തോ അവൻ്റെ വണ്ടിയിൽ ആ മോൻ കയറിയിരുന്ന പോലാണ് അവൻ്റെ പോക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ നമ്മളതിൽ കയറ്റി എത്തിയപ്പോഴാണ് അവൻ സമാധാനമായി. കയറ്റി എടുത്ത് കഴിഞ്ഞപ്പം അവൻ ഭയങ്കര സൈലൻ്റ് ആയിപ്പോയി. എന്തോ കിളിപോയൊരവസ്ഥയായിട്ട് കുത്തി. പിന്നെ ഞങ്ങൾ അവൻ്റെ പുറകെ ഇങ്ങനെ നടപ്പായി. അവനോട് ഞാൻ പറഞ്ഞു മോയെ അത് ഓടിക്കാൻ പറഞ്ഞപ്പോൾ അവൻ ആ സ്റ്റീറിങ് വലിച്ചു പറിച്ച് ലൈലെടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വേണ്ട, നീ ഓടിക്കണ്ട, നീ അവിടെ അടങ്ങിയിരുന്നാ മതിയത്. അങ്ങനെ വണ്ടികളോടൊക്കെ ഓടിയിലെത്തി കഴിഞ്ഞ് ഒരു വിധത്തിൽ അവൻ വണ്ടിയിൽ നിന്ന് വരൂല്ല. വണ്ടിയിൽ നിന്ന് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ തനി കുണങ്ങൾ പുറത്ത് വരാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. ഞാനും ചിരിച്ചു. അപ്പം മോൻ അവിടെ നിന്ന കുട്ടി പറഞ്ഞു അത് ഇരുത്തിക്കോ ചേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ കിച്ചുവിനെ കുറച്ചു നേരം കൂടെ അതിലിരുത്തി കേട്ടോ. അങ്ങനെ ഇരുത്തപ്പോൾ നല്ല മഴ പെയ്യാൻ തുടങ്ങി. അങ്ങനെ മഴയൊക്കെ ഒന്ന് തോർന്നപ്പോൾ ഞാൻ കിച്ചുവിനോട് പറഞ്ഞു മുട്ടായി മേടിച്ച് തരാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് എടുത്തോണ്ട് ഓടി കേട്ടോ. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ അവൻ ആ വണ്ടി മേടിച്ച് കൊടുക്കേണ്ടി വന്നേ. അച്ഛനെടുത്തിട്ടാണെങ്കിൽ അച്ഛൻ്റെ കയ്യിൽ ഇരിക്കുന്നില്ല, ഭയങ്കര ബഹളമായിരുന്നു. അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അവന് താഴെ ഇറക്കിയിട്ട് വെച്ചാൽ നടക്കട്ടെ എന്ന് പറഞ്ഞു. അവനോട് മുന്നോട്ട് നടക്കാൻ പറഞ്ഞപ്പോൾ അവൻ പുറകോട്ട് പോവുകയാണ്. എന്തായാലേ പിടിക്കാൻ സമ്മതിക്കില്ല. പിടിച്ച ഉടനെ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ കിടക്കും. ഈ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ
അങ്ങനെ പിന്നെ എങ്ങനെയും ഇവനെ കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടണല്ലോ എന്നോർത്ത് പിന്നെയും മമ്മി എടുത്തോണ്ട് ഓടാൻ തുടങ്ങി. പാവം മമ്മി. ഈ വീഡിയോ ഡബ് ചെയ്യാൻ കുറച്ച് പാടുപെട്ടു, കാരണം കുറച്ച് ഗ്യാപ്പ് ആയതുകൊണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു ഗൈസ്.